വെൽക്കം ടു അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ റിലേറ്റഡ് ടു അറിയാലോ UFC വാർത്തകൾ. അപ്പോൾ തമ്പനയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. അപ്പോൾ ഇപ്പോഴത്തെ വലിയ ചൂടേറിയ ഒരു സംഭവമാണത്. അതായത് ജോൺ ജോൺസ് വേഴ്സസ് ടോം ആസ്പിനൽ ആൻഡ് മക്കാഷേവ് വേഴ്സസ് ഇല്യ ടൊപ്പൂരിയ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ആഴത്തിലെ ചിന്തകളാണ്. ഞാൻ ആഴത്തിൽ ചിന്തിച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് എൻ്റെ ചിന്തകൾ മാത്രമാണ്. അപ്പോൾ എൻ്റെ ചിന്തകൾ എനിക്ക് സത്യമായിരിക്കാം, പക്ഷെ എൻ്റെ ചിന്തകൾ പ്രപഞ്ച സത്യമാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടാകും. അപ്പം ഞാൻ ആഴത്തിൽ ചിന്തിച്ച് അവതരിപ്പിക്കുന്നത് മാത്രം. നിങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ജോൺസ് വേഴ്സസ് ടോം ആൻഡ് ഇസ്ലാം മക്കാഷേവ് വേഴ്സസ് ഇല്യ ടൊപ്പൂരിയ. എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് യെസ്, ഞാനിപ്പോൾ കരുതുന്നു, അതായത് ജോൺ ജോൺസിന് ടോം ആസ്പിനലിനെ പേടിയാണ്. യെസ്, അത് ഞാൻ പറയുന്നത് ഞാനൊരു കട്ട ജോൺ ജോൺസ് ഫാനാണ്. ഓക്കെ, ആൻഡ് മക്കാഷേവ് ടൊപ്പൂരിയ അഗൈൻ ഞാൻ കരുതുന്നു മക്കാഷേവിന് ടൊപ്പൂരിയനെ പേടിയാണ്, ഭയമാണ്. അഗൈൻ ഞാനൊരു കട്ട മക്കാഷേവ് ഫാനാണ്. ഓക്കെ, ഇനിയും ഞാൻ മറ്റൊരു സത്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇതേപോലെ തന്നെ ടോം ആസ്പിനലിനും ജോൺ ജോൺസിനെ പേടിയാണ്, ഇല്ലേ? അതേപോലെ ടൊപ്പൂരിയയ്ക്കും മക്കാഷേവിനെ ഭയമാണ്, പേടിയാണ്. കാരണം ഇത് കോമ്പാക്ട് സ്പോർട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റേഴ്സിന് ഭയം ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ടോം ആസ്പിനൽ ജോൺസ് ഫൈറ്റ് ശരി, എനിക്ക് ട്രെയിനിങ്ങിനൊന്നും ആവശ്യമില്ല, ഞാൻ ഉറക്കം എണ്ണീറ്റ് പോയി ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ടൊപ്പൂരി പറയണം, എനിക്ക് മക്കാഷേവിനൊന്നും പേടിയില്ല, ഞാൻ നാളെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാ. അങ്ങനൊന്നും അല്ലല്ലോ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റേഴ്സിന് ഭയമാണ് ഫൈറ്റ് ചെയ്യാൻ. കാരണം ഇത് കുട്ടിയും കോലും കളിയൊന്നുമല്ല, അതുപോലെ റിസ്ക് ആണ്. കണ്ണിക്കൊള്ളുന്ന ഒരു റിസ്ക് ഉണ്ട് നിങ്ങൾ കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ഫൈറ്റേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയവും ടെൻഷനും ഒക്കെ ഉണ്ട്. ഇനിയും ആ ഭയത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജോൺസിന് ടോമിനോടുള്ള ഭയം ഇത്തിരി കൂടുതലായിരിക്കും. ടോമിന് ജോൺസിനോടുള്ള ഭയത്തേക്കാൾ കൂടുതൽ ജോൺസിന് ടോമിനോടുള്ള ഭയം കൂടുതലായിരിക്കും. കാരണം നിസ്സാരമാണ്, ജോൺസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലീഗസി. ഓക്കെ, പുള്ളിയുടെ ലീഗസി അത് പുള്ളിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അതേസമയം ടോം തോറ്റു കഴിഞ്ഞാൽ ടോം വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫൈറ്ററിന്റെ മുമ്പിൽ ഞാൻ തോറ്റു. ഓക്കെ, അതേസമയം ജോൺസ് തോറ്റു കഴിഞ്ഞാൽ, ടോമിന്റെ കൂടെ തോറ്റു കഴിഞ്ഞാൽ ജോൺസ് ആജീവനാന്ത കാലം പുള്ളി അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഡിപ്രഷനിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മക്കാഷേവ് ടൊപ്പൂരി തോറ്റു കഴിഞ്ഞാൽ ടൊപ്പൂരിയെ ചിന്തിക്കുന്നത് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആഴത്തിൽ സൈക്കോളജിക്കലിയാണ് സംസാരിക്കുന്നത്. ടൊപ്പൂരി തോറ്റു കഴിഞ്ഞാൽ ടൊപ്പൂരിയെ ചിന്തിക്കുന്നത് പൗണ്ട് ഫോർ പൗണ്ട് ബെസ്റ്റ് ഫൈറ്ററിന്റെ കൂടെ ഞാൻ തോറ്റു. ഓക്കെ, ഒരല്പം വിഷമമൊക്കെ ഉണ്ട്, ബട്ട് ഓക്കെ. ആ സമയം മക്കാഷേവ് തോറ്റു കഴിഞ്ഞാൽ പോയി, എൻ്റെ കിരീടം പോയി, പൗണ്ട് ഫോർ പൗണ്ട് പോയി. പുള്ളിയും ദുഃഖത്തിലാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയും മറ്റൊരു നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് വീഡിയോന്റെ. മറ്റൊരു റൂമർ നമ്മൾ സ്ഥിരം കേട്ട് വരുന്ന ഒരു പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോൺസ് ഫാൻസ് ജോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുവാണ്, മക്കാഷേവ് ഫാൻസ് മക്കാഷേവിനെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണ കാര്യമാണ് നിങ്ങൾ ഈ പറയണത്? അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു കട്ട ജോൺസ് ഫാനാണ്, അല്ലെങ്കിൽ ഞാനൊരു മക്കാഷേവ് കട്ട ഫാനാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഫൈറ്റ് കാണണ്ടെന്ന് ആഗ്രഹമൊന്നുമില്ല. നാളെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ആ ഫൈറ്റ് കാണാനുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇപ്പം ജോൺസ് വേഴ്സസ് ടോം ആസ്പിനൽ ഫൈറ്റ് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഞങ്ങൾക്കാണ്. അതേപോലെ മക്കാഷേവ് ടൊപ്പൂരിയ ഫൈറ്റ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം നമുക്കാണ്. ബിക്കോസ് നമ്മൾ ഫാൻസ് ആണല്ലോ. ഇനിയിപ്പോ ഒരു ഫാൻ എന്ന നിലയിൽ ജോൺസ് തോക്കുകയാണ് എന്നും പറഞ്ഞ് എന്താണ്, ഞാൻ അപ്പം തന്നെ മറക്കും, കളി കണ്ടു, ജോൺസ് തോറ്റു. ഓക്കെ, എനിക്കെന്തിനാണ് ദുഃഖം? നമുക്ക് ദുഃഖങ്ങളൊന്നുമില്ല. അതേപോലെ മക്കാഷേവ് ടൊപ്പൂരിയ, മക്കാഷേവ് തോറ്റു കഴിഞ്ഞാൽ അയ്യോ മക്കാഷേവ് തോറ്റു, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കൂ. ഒന്നുമില്ല ഗൈസ്, ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറയാം. ഫാൻസിനൊന്നും ഒരു ദുഃഖം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയും ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈവൻ ജോൺസ് തോറ്റാൽ ജോൺസിന്റെ അടുത്ത റിലേറ്റീവ്സിനും ടീം മെമ്പേഴ്സിനും പോലും ഏറിപ്പോയ ഒരു ദിവസം ഒരു ദുഃഖം ഉണ്ടാവും.
അതേപോലെ മക്കാശേവ് തോറ്റു കഴിഞ്ഞാൽ ഏറിപ്പോയാൽ ഒരു ദിവസം മക്കാശേവിന്റെ ടീം മെമ്പറും ഈവൻ ഹബീബ് പോലും ദുഃഖിച്ചിരിക്കും. ദുഃഖം ആർക്കാണ് സത്യത്തിൽ തങ്ങി നിൽക്കുക എന്നറിയാമോ? ജോൺസ് തോറ്റു കഴിഞ്ഞാൽ ജോൺസ് ആണ് ദുഃഖിച്ചിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും അത് വഷളായിക്കൊണ്ടിരിക്കും. അവൻ എന്നെ തോപ്പിച്ചല്ലോ, അവന് എൻ്റെ ലീഗസി പോയി. അതേപോലെ മക്കാശേവ് എൻ്റെ ലീഗസി പോയി എന്ന് അവനാണ് ദുഃഖിച്ചിരിക്കുക. അല്ലാതെ ഫാൻസിനും റിലേറ്റീവ്സിനും ആളുകൾക്കും ഒന്നും ഉണ്ടാവില്ല. നമുക്കത് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇനിയും അടുത്ത സ്റ്റേജിലേക്ക് എത്തും, സ്റ്റേജ് 3. ഓക്കെ, അപ്പോൾ സത്യത്തിൽ എന്തിനാണ് ഡക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഡക്ക് എന്ന് പറഞ്ഞ വേർഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമേ ജോൺസ് ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ ഞാനാണെന്ന് തോന്നുന്നു. ഞാനത് പ്രൂഫ് ഉണ്ട്, നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കുറച്ച് മുമ്പിൽ പോയി ഏറ്റവും ആദ്യമേ ഡക്ക് എന്നുള്ള വേർഡ് നോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഞാനാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേസ് അത് പോട്ടെ. അപ്പോൾ എന്തിനാണ് ജോൺസ് ഡക്ക് ചെയ്യുന്നുണ്ട്? എന്തിനാണ് മക്കാശേവ് ഡക്ക് ചെയ്യുന്നത്? സിമ്പിൾ, ലീഗസി. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എംപുരാന്റെ കേസിൽ പറഞ്ഞില്ലേ, സിൻഡിക്കേറ്റ്. ഓരോ വ്യക്തിക്കും ഓരോ പ്രസ്ഥാനത്തിനും അവനവന്റെ ഉയർച്ച, അവനവന്റെ വളർച്ച, അതാണ് നമ്പർ 1. മറ്റൊന്നുമില്ല. ഫാൻസോ ഡാനാവൈറ്റോ ഒന്നുമില്ല. അവന്റെ സമ്പാദ്യം, അവന്റെ ഉയർച്ച, അവന്റെ വളർച്ച. ഓക്കെ, അപ്പോൾ ജോൺസിന് അറിയാം ഒരു നിമിഷം കൊണ്ട് ടോം തോപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാള് അവൻ ഉണ്ടാക്കിയെടുത്ത് ലീഗസി എല്ലാം പോകും. അതേപോലെ തന്നെ മക്കാശേവ് തോറ്റു കഴിഞ്ഞാൽ ഇത്രയും നാൾ അവൻ ഉണ്ടാക്കിയ പൗണ്ട് ഫോർ പൗണ്ട് എല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ടാണ് ഡക്ക് ചെയ്യുന്നത്. പരമാവധി ഡക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ജോൺസിനെ കുറ്റപ്പെടുത്തിയിട്ടോ മക്കാശേവിനെ കുറ്റപ്പെടുത്തിയതോ ഫാൻസിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് ഫാൻസ് ഇല്ലെങ്കിൽ സ്പോർട്സ് ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസുമല്ല മക്കാശേവുമല്ല. കാരണം കമ്പനി അവരാണോ ഓടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, UFC ഓൺ ചെയ്യുന്നത് UFC മുതലാളി ജോൺ ജോൺസ് ആണോ? UFC മുതലാളി മക്കാശേവ് ആണോ? അല്ലല്ലോ, അവര് ജസ്റ്റ് ഫൈറ്റേഴ്സ് ആണ്. UFC പ്രത്യക്ഷമായിട്ടുള്ള മുതലാളി വേറെ കുറെ ടീംസ് ഉണ്ട്, പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിന്റെ നടത്തിപ്പുകാരൻ ആരാണ്? ഡാന വൈറ്റ് ആണ്. ഡാന വൈറ്റിനാണ് ഉത്തരവാദിത്വം. ഫാൻസ് പറയുന്നത് കേട്ട് ജോൺസ് ചാടാൻ നിൽക്കില്ല. ഫാൻസ് പറയുന്നത് കേട്ട് മക്കാശേവ് ചാടാൻ നിൽക്കില്ല. അവർക്കൊന്നും ഇല്ലെന്നേ. അല്ലെങ്കിൽ പിന്നെ ഈ ഫാൻസ് എല്ലാം ഡക്ക് എന്ന് പറഞ്ഞപ്പം ആരെങ്കിലും ജോൺസ് ആ ഡക്കിന്റെ പടം തന്നെ പ്രൊഫൈൽ പിക്ചർ ആയിട്ടിടുവോ? അത് കാണിക്കുന്നത് എന്താണ്? അവനൊന്നും ഇല്ലെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഫാൻസ് പറയുന്നത് കേൾക്കാനുള്ള ഉത്തരവാദിത്വം ഡാന വൈറ്റിനുണ്ട്, UFC-ക്കുണ്ട്. അത് കേൾക്കാം. ഇപ്പൊ തന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൂപ്പർ ഫൈറ്റ്സും ഏകദേശം ക്യാൻസലായ മട്ടാണ്. അതിൽ ഞാൻ ദുഃഖിതനാണ്. എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ജോൺസ് ടോമാസ്പിനൽ ഫൈറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. മക്കാശേവ് ടൊപ്പൂരിയ ഫൈറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ ഫൈറ്റ്സ് കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുപോലുള്ള സൂപ്പർ ഫൈറ്റുകൾ ക്യാൻസലായി കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് ബാധിക്കത്തില്ലേ? ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു എന്റർടൈൻമെന്റ് ബിസിനസ് ആണ്. 2 പേര് തമ്മിൽ തിരുന്ന് കാണാനല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു ഷോ ബിസിനസ് ആണ്, എന്റർടൈൻമെന്റ് ബിസിനസ് ആണ്. കുറച്ച് സൂപ്പർ താരങ്ങളൊക്കെ വേണം. അല്ല, ഇതുപോലുള്ള ഫൈറ്റുകൾ ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമിൽ അത് മോശം തന്നെയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ബാധ്യത ഡാന വൈറ്റിനുണ്ട്, UFC-ക്കുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ അവര് ജോൺസിന്റെ അടുത്ത് പറയേണ്ടതാണ് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഡാന വൈറ്റ് മക്കാശേവിന്റെ അടുത്ത് പറയേണ്ടതാണ് നീ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡാന വൈറ്റ് ഒരു അത്യുഗ്രൻ ബിസിനസ് പേഴ്സൺ ആണ്. കാരണം അല്ലെങ്കിൽ ഈ ലെവലിലൊന്നും എത്തത്തില്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, സത്യം എത്രമാത്രമാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇപ്പോൾ എല്ലാവരെയും പോലെ, നമ്മളെല്ലാ മനുഷ്യരെയും പോലെ കുറച്ച് സൗഹൃദ വലയമുണ്ട്. പുള്ളിക്ക് ജോൺ ജോൺസിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ഈ മക്കാശേവിന്റെ ടീമിനെയും ഹബീബ്, അബ്ദുൽ അസീസ് ഇവരെല്ലാം ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇവരൊരു കാര്യം പറയുകയാണ്, ഇല്ല എനിക്കിപ്പോ ജോൺസ് ഇപ്പോൾ പറയുകയാണ് എനിക്ക് 6 മാസം കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ, മക്കാശേവ് പറയുകയാണ് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഡാന വൈറ്റിനെ തിരിച്ച് ശക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം സൗഹൃദമുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്, ശക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ പുള്ളി ഇത്തിരി ബാക്കിലോട്ട് ആവുകയാണ്. അപ്പൊ അത് കാരണം ഫാൻസ്, ഞാനടക്കമുള്ള ഫാൻസ് നിരാശപ്പെടുകയാണ് സത്യത്തിൽ. അപ്പൊ ഇവിടെ ഡാന വൈറ്റിനാണ് റോളുള്ളത്, അല്ലാതെ ജോൺസ് മക്കാശേവ് ഒക്കെ അവന്റെ ലൈഫും കരിയറും ഒക്കെ നോക്കത്തുള്ളൂ, കയറ്റിക്കൊണ്ട് പോകാനേ നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡാന വൈറ്റ് ആണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഡാന വൈറ്റിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജോൺസിനെ വിളിക്കുക, മക്കാശേവിനെ വിളിക്കുക, മക്കളെ ദേ ഇത്ര എമൗണ്ട്, അതായത് ഇവർ സ്വപ്നം കാണുന്നതിലും അപ്പുറം ആ വെൽത്ത്, ധനം ഇവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് പറയുക ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്,
അത് കണ്ടവന്മാരുടെ വാ തുറന്നു പോകണം. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ ഫൈറ്റ് ചെയ്യണം. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത്തിരി ദുഃഖമുണ്ടാവുമെങ്കിലും ഈ ജോൺസും മക്കാശിയും ഒക്കെ വീട്ടിൽ ചെന്ന് ദൈവമേ ഒരുപാട് ക്യാഷ് ആണല്ലോ, ഫൈറ്റ് ചെയ്തേക്കല്ലേ എന്ന് തോന്നണം. പക്ഷേ ഡാന വൈറ്റിന് അവിടെയും ഒരു വീക്ക്നെസ് ഉണ്ട്. പുള്ളി ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങൾക്ക് എടുത്തു ചാടി അങ്ങ് ക്യാഷ് കൊടുക്കത്തില്ല. അത് കൊടുത്തിരുന്ന ഒരേ ഒരു ഫൈറ്ററാണ് കോണർ മെഗ്രഗർ. ഓന് മാത്രമേ ഡാന വൈറ്റ് കണ്ണും മൂടി ക്യാഷ് എറിഞ്ഞിട്ടുള്ളൂ. മറ്റ് ഫൈറ്റേഴ്സിനൊന്നും പുള്ളിക്ക് ക്യാഷ് കൊടുക്കാൻ അങ്ങനെ താല്പര്യമില്ല. ഇതുകൊണ്ടാണ് ഒരുപക്ഷെ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. പുള്ളി ശക്തമായിട്ടൊന്നും പറയുകയില്ല. ഇവർക്ക് എടുത്തു ചാടി ആ ഒരു ഷോമിത മണി എന്ന് പറയത്തില്ലേ, ഇത് കൊടുക്കത്തുമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സൂപ്പർ ഫൈറ്റുകളെല്ലാം ഇങ്ങനെ ക്യാൻസലായി പോകുന്നത് കേട്ടോ. അല്ലാതെ ഈ ഞാൻ ജോൺസ് ഫാനാണ്, മക്കാശി ഫാനാണ്, സോ ഫാൻസ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അത് അങ്ങനെയൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ഇപ്പം ഇവിടെ തീരുമാനമെടുക്കേണ്ടത് ഡാന വൈറ്റ് ആണ്, കമ്പനിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് ജോൺസിനും മക്കാശേവിനും ഇട്ട് മൂടാനുള്ള അത്രയും വെൽത്ത് കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്യുക, സൂപ്പർ ഫൈറ്റ് ബുക്ക് ചെയ്യുക. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഡാന വൈറ്റിന് കോണർ മെഗ്രഗറിനെ മാത്രമേ വിശ്വാസമുള്ളൂ. പണ്ടത്തെ കേസ്, ഇപ്പോഴല്ലേ ഞാൻ പറയുന്നത്. പണ്ട് കോണർ ആയിരുന്ന സമയത്ത് പുള്ളി ഇഷ്ടം പോലെ വെൽത്ത് കൊടുക്കുകയായിരുന്നു. കാരണം ആ സമയത്ത് ഡാനയെ കുറ്റം പറഞ്ഞതല്ല. ആ സമയത്ത് ഡാനയ്ക്ക് അറിയാം കോണർ മെഗ്രഗർ ആ ഇട്ട ക്യാഷ് തിരിച്ചു പിടിക്കുമെന്നറിയാം. ഇവിടെ പുള്ളിക്ക് ബാക്കി എല്ലാവരും ഒരു സംശയമാണ്. നമ്മൾ ഈ ഒരു കാര്യമുണ്ട്, പൗണ്ട് ഫോർ പൗണ്ട് ജോൺസ്, പൗണ്ട് ഫോർ പൗണ്ട് മക്കാശിവ് എന്നൊക്കെ പറയുന്നത്, ടൊപ്പൂരിയ, ടോമാസ് പിനൽ, ഇവരൊക്കെ ഫൈറ്റേഴ്സ് ആണ്. പക്ഷെ ബിസിനസ് വൈസ് എമൗണ്ട് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നും കൂടി ഡാന വൈറ്റും കമ്പനി നോക്കുന്നുണ്ട്. അത് അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈവൻ ജോൺസിന്, മക്കാശേവിന് ഒന്നും ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ചെയിൽസോണം പറഞ്ഞിരുന്നു. ഈ ടൊപ്പൂരിയ നമ്മൾ അത്യുഗ്രം ഫൈറ്റർ, പക്ഷെ ക്യാഷ് ജനറേഷൻ മെഷീൻ ഒന്നും അല്ല കോണർ മെഗ്രഗർ പോലെ. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ യെസ്, ഈ സൂപ്പർ ഫൈറ്റ് നടക്കാത്തതിൽ നിരാശയുണ്ട്. യെസ് ആണ്, ജോൺസ് ഡക്ക് ചെയ്യുവാണ്, മക്കാശേവും ഡക്ക് ചെയ്യുവാണ്. മുമ്പേ ഞാൻ ഇതിനു മുമ്പ് പോഡ്കാസ്റ്റ് പറഞ്ഞു മക്കാശേവ് ഒന്നും അല്ല, മക്കാശേവിന്റെ ടീം മെമ്പറാണ് ഡക്ക് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല. മക്കാശേവ് ടീം മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ മക്കാശേവിന് പറയാമല്ലോ, ഇല്ല ഞാൻ ഫൈറ്റ് ചെയ്തോളാം. ഇല്ലല്ലോ, മക്കാശേവിനും ടെൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ടോമിനും ടെൻഷനുണ്ട് ജോൺസ് ഫൈറ്റിൽ, അതേപോലെ ടൊപ്പൂരിയയ്ക്കും ടെൻഷനുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആഴത്തിലേറിയ ചിന്തകൾ. അപ്പം ഞാൻ എൻ്റെ ചിന്തകൾ, സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റിൽ നിന്നാണ് നമുക്ക് അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം. നിങ്ങളുടെ കമൻ്റ് ഇല്ലെങ്കിലോ അടുത്ത എന്ത് വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു പോകും.